ഭാർഗവീ നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1964. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPSC ലളിത. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം പ്രേം നസീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഭാർഗവീ നിലയവും ബാല്യകാല സഖിയും. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? ഉത്തരം P. ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ഗൊത്തിനെ ഹാലട്ടിലെത്താപ്പോ സഞ്ചിന് ബാലിക ലുട്ടാപ്പി ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഈ പാട്ടുള്ളത്? ഉത്തരം ൻ്റുപ്പാപ്പയ്ക്കൊരാനുണ്ടായിരുന്നു. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? ഉത്തരം നേരും നുണയും. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർക്ക നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് ഏതാണ്? ഉത്തരം പൂവൻ പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ കൃതിയായ ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം MP പോൾ. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്നാത്മ നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ഉത്തരം ONV കുറുപ്പ്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. ആ പൂവ് നീ എന്തു ചെയ്തു, ഏത് പൂവ്, രക്തനക്ഷത്രം പോലെ. ഈ വരികൾ ഏത് പുസ്തകത്തിലേതാണ്? ഉത്തരം പ്രേമലേഖനം. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ട് കാവ്യത്തിന്റെ പേര്? ഉത്തരം ബഷീർ മാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം?
ഉത്തരം 1943. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1944. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1951. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1953. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1959. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1965. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1977. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1983. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1954. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1964. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം. ഉത്തരം 1945. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1945. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1946. അനർഘ നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1945. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1946. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1951. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1951. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1954. താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1968. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1968. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1969. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1973. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1991. ശിങ്കിടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1991. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1997. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1987.